ഹലോ വെൽക്കം ബാക്ക് ടു എൻ്റെ പോയിന്റ്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഞാനൊരു പുതിയ വീഡിയോയായിട്ട് വന്നിരിക്കുകയാണ്. ചക്കക്കുരു മുരിങ്ങയ്ക്കയും കൂടെ നമുക്കൊരു തീയൽ ഉണ്ടാക്കി നോക്കിയാലോ. വളരെ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ അതിനകത്ത് ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്, പടവലങ്ങി. അത് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ കറി ചക്കക്കുരു മുരിങ്ങക്ക തീയലാണ്. അപ്പം ഞാനൊരു ചക്കക്കുരു ചെറുതായിട്ട് കീറി വെച്ചിട്ടുണ്ട്, മുരിങ്ങക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഒരു ചെറിയ കഷ്ണം പടവലങ്ങ ഇട്ട് കൊടുത്താണ്, എന്തെങ്കിലും ഉണ്ടായിരുന്നുകൊണ്ട് ഇട്ട് കൊടുത്താണ്. പിന്നെ ഒരു 5-6 കഷ്ണം ചെറിയ ഉള്ളി അത് നമുക്ക് വേണം, അതും കൂടി ഞാൻ ഇതിലേക്ക് കീറി ഇട്ടിട്ടുണ്ട്. 2 പച്ചമുളകും കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അധികം എണ്ണയൊന്നും ചേർക്കാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള തീയലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, ചക്കക്കുരു മുരിങ്ങക്ക തീയൽ. ഇതിലേക്ക് നമുക്ക് പുളി ചേർക്കണമല്ലോ. അപ്പം നമുക്ക് ലാസ്റ്റ് പുളി ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പം തക്കാളി ഉണ്ടെങ്കിൽ ഒരു മുറി തക്കാളി ഇട്ട് കൊടുക്കുക. ചെറിയ ഒരു മുറി തക്കാളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പാകത്തിന് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും ചേർത്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് നിന്ന് വേവിക്കാം. വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വേകും, എല്ലാ കഷ്ണങ്ങളും പെട്ടെന്ന് വേകുന്നതാണ്. ഒരുപാട് താമസമുള്ള കഷ്ണങ്ങളൊന്നുമില്ല. ചക്കക്കുരു മുരിങ്ങക്കായൊക്കെ പെട്ടെന്ന് ഒരു ആവി അടിക്കുമ്പോഴത്തേക്ക് വെന്ത് വരും. അപ്പം ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം, മതിയാവും. നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി വയ്ക്കാം. ഇളക്കി വെച്ചതിന് ശേഷം നമുക്കിതിന് അടച്ച് വെച്ച് വെള്ളമൊക്കെ പറ്റുന്നവരെ, ഇപ്പോഴത്തേക്ക് കഷ്ണങ്ങളൊക്കെ വേകും, ഒന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ വേകുമ്പോഴത്തേക്ക് നമുക്ക് തീയലിന് ആവശ്യമായിട്ട് തേങ്ങ വറുത്തെടുക്കാം. അപ്പം ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ പാലിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. തീയലിൻ്റെ പാകങ്ങളൊക്കെ അറിയാമല്ലോ, അപ്പം നന്നായിട്ട് ചുവന്നൊക്കെ വരണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കാം. തേങ്ങ നമ്മൾ മൂപ്പിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ കഷ്ണങ്ങൾ ഇടയ്ക്ക് നോക്കണം. നമ്മുടെ കഷ്ണങ്ങൾ വെള്ളമെല്ലാം പറ്റി റെഡിയായിട്ട് നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. തേങ്ങയും നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് വന്ന തേങ്ങയിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എരിവിൻ്റെ അനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പച്ചമുളക് 2 ഞാൻ കീറി ഇട്ടതാണ്. അപ്പം മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരുപാടങ്ങ് മൂത്തൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. നന്നായിട്ട് ചൂടായ ശേഷം നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഇനി അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. തീയിൽ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് ഓണാക്കി കൊടുക്കുക. ഓണാക്കിയ ശേഷം നമ്മൾ ഇപ്പോൾ അരച്ചു വെച്ച് നമ്മുടെ അരപ്പ് ഈ കഷ്ണത്തിലേക്ക്, വെന്ത കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അരപ്പൊക്കെ നന്നായിട്ട് എടുത്ത് അതിൻ്റെ പാകത്തിന് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ചിലർക്ക് തീയിൽ കുറച്ച് കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം. ഇപ്പം ഇച്ചിരി ചാറ് കൊണ്ടിരിക്കാനാണെങ്കിൽ ഇച്ചിരി വെള്ളം നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് കടുകൂടി താളിച്ചതിലേക്ക് ചേർക്കാം. നമ്മൾ തേങ്ങ വറുത്തെടുത്ത അതേ പാത്രം തന്നെയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ചൂടായിക്കുമ്പോൾ നമുക്ക് കടുക് തളിക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ തീരെ ഇത്ര നേരമായിട്ട് എണ്ണയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ കടുക് മാത്രം തളിക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം.
കടുക് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഓഫ് ചെയ്യുക. ഇതെടുത്ത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ തീയലിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ തീയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോസിൽ കാണാം. അത് ടേക്ക് കെയർ. ബൈ.